പി റംഷാദ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞത് എന്താണ്? ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളെ കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ കാലത്ത് സെല്ലിലിട്ട് ആക്രമിച്ചവരാണ് ഇപ്പോൾ ക്രിമിനൽ കേസിലെ പ്രതികളെ ഊഞ്ഞാലാട്ടിയത്. ഭരണം മാറിയിട്ടും ആഭ്യന്തര വകുപ്പിനെ അല്ലെങ്കിൽ പോലീസിനെ ഭരിക്കുന്നത് കഴിഞ്ഞ കാലത്തെ LDFിൻ്റെ ചിലരാണ് എന്നുള്ളത് ഇത് ഗുരുതരമായ ആരോപണമല്ലേ? ഇപ്പോൾ ഭരണം മാറിയിട്ടും എന്തുകൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത്? ഞാനതിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ശ്രീ കെ മുരളീധരൻ്റെ പ്രസ്താവനയെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിലെ ചില പുഴുക്കുത്തുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? യഥാർത്ഥത്തിൽ IP ബിനു ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ ഏത് പോലീസാണ് സാർ അറസ്റ്റ് ചെയ്തത്? ED ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി അത്തരത്തിൽ അവിടെ സംഘം ചേർന്ന് ആ രീതിയിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന, അവർക്ക് സുഗമമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഈ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവിടെ അതിന് വേണ്ട സംവിധാനവും സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസാണെന്നേ, നിങ്ങളത് മറക്കരുത്. ഈ 65 ദിവസക്കാലം ഈ IP ബിനുവിനെയും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെയും കൊണ്ടുപോയി ജയിലിൽ അടച്ചത് ആരാണ് സാർ? അപ്പോൾ അത് മറന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ സംഭവിച്ച കാര്യത്തെ ഒരു ലോജിക്കലായിട്ടുള്ള പ്രശ്നമായിട്ട് കാണാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ബെയിൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നതിന് തടസ്സമില്ല. അവരുടെ ബെയിൽ കണ്ടീഷൻ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും രാവിലെ പോയിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവർ ഒപ്പിട്ട് ഹാജരാവണം എന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഓണാഘോഷത്തിൽ പങ്കെടുത്ത് അവർ ധരിക്കുന്ന അതേപോലെയുള്ള വസ്ത്രം ധരിപ്പിച്ച് സദ്യ കൊടുത്ത് ഊഞ്ഞാലാട്ടണോ വേണ്ടയോ എന്നത് പോലീസിൻ്റെ ധാർമ്മിക പ്രശ്നമാണെന്ന്. കാരണം ഇപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഭരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം പല നടപടികളും സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ അവിടെ സംഘം ചേർന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് സംഘം ചേർന്ന് അവരെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അവിടെ ഉത്തരവ് കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഉത്തരവ് കൊടുത്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ജയിലിൽ അടക്കുന്നതും. അത് ഉത്തരവ് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ പരിശോധിച്ച് നോക്കൂ, ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിയോ ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ ഇവരെ ഓണസദ്യക്ക് വിളിച്ച് സദ്യ കൊടുത്ത് ഊഞ്ഞാലാട്ടണം എന്ന ഒരു ഉത്തരവ് കൊടുത്തിട്ടാണോ? അല്ല. അത് സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന SHO ആരാണ് പ്രശാന്ത്? നിങ്ങൾ അതും കൂടെ പരിശോധിക്കണ്ടേ? പ്രശാന്ത് എന്ന് പറയുന്നത് CPMൻ്റെ പോലീസ് സേനയിലെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റി. അപ്പോൾ അതിൻ്റെ വിദ്വേഷം അയാൾക്കുണ്ട്, പകപോക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സേനയെ ഈ പ്രശാന്തിനെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് നിയമിക്കുന്നത് അധികാരം മാറിയ ശേഷമാണ്. അന്നും കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സേനയിലെ അസോസിയേഷനുകളുടെ നേതാക്കന്മാർ കടുത്ത എതിർപ്പുയർത്തി. എന്നിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് CPMലുള്ള തൻ്റെ സ്വാധീനം പോലെ തന്നെ കോൺഗ്രസിലും ഉള്ളത് കൊണ്ടല്ലേ ഈ മ്യൂസിയം സ്റ്റേഷൻ പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഈ ഉദ്യോഗസ്ഥന്, ഈ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന് നിയമനം ലഭിച്ചത്? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. നമ്മളെപ്പോഴും ഇതൊരു രാഷ്ട്രീയ പകപോക്കലായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവേചനമായിട്ടോ പോലീസ് സേനയെ ഉപയോഗിക്കാൻ കോൺഗ്രസോ UDFോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ആളാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് സുഗതൻ്റെ വിഷയം വന്നപ്പോഴും പോലീസ് സ്വീകരിച്ച സമീപനം അതല്ലേ? ഞങ്ങൾക്ക് അതിൽ രാഷ്ട്രീയമായിട്ട് CPMൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനത്തോടു കൂടെ ഇത്തരം വിഷയങ്ങൾ സമീപിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. അപ്പോൾ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വീഴ്ച വന്നിട്ടുണ്ട്. അത് പ്രകടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ബഹുമാന്യനായ DGP ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. ഈ സംഭവത്തിലുണ്ടായിട്ടുള്ള വീഴ്ച അന്വേഷിക്കാൻ വേണ്ടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, അർജുൻ ആയെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ പരിഹസിച്ചല്ലോ, വെല്ലുവിളിച്ചല്ലോ. സാർ, എത്ര സമയമാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടക്കാൻ വേണ്ടി വന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസിന്? ഈ നാട്ടിൽ പ്രകടമായ തെളിവല്ലേ? 4 ദിവസം 5 ദിവസം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തുണ്ട് എന്ന് അയാൾ തന്നെ വെല്ലുവിളിക്കുന്നു. അതിനുശേഷം അയാൾ കോഴിക്കോടേക്ക് പോകുന്നു. തലശ്ശേരിയിൽ 2 ദിവസം ലോഡ്ജിൽ പോകുന്നു. ആലോചിക്കണം, 5 ദിവസമാണ് വീട്ടിൽ താമസിക്കുന്നു. നിങ്ങളെ ഈ രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവരുന്നത്. കാരണം അർജുൻ നായങ്കിയെ പോലെ ഒരു ക്രിമിനൽ
പോലീസ് സേനയെ വെല്ലുവിളിക്കുന്നു, മണിക്കൂറുകൾ എന്ന് പറയാവുന്ന വേഗതയിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രിമിനലിനും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംരക്ഷണം, അത് മുൻ മുഖ്യമന്ത്രിയുടേതാവട്ടെ പ്രതിപക്ഷ നേതാവിൻ്റെതാവട്ടെ, ഒരു പാർട്ടിയുടെ മുഴുവൻ സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ക്രിമിനലുകളെ നേരിടാനും അവരെ പിടിച്ച് ജയിലിൽ അടക്കാനും ഒരു മടിയും ഈ ഗവൺമെന്റിനോ ആഭ്യന്തര വകുപ്പിനോ ഇല്ല എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് അർജുൻ നായങ്കിയുടെ വിഷയത്തിൽ നമ്മളെല്ലാം കണ്ടത്. ഇനി IP ബിനുവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും 65 ദിവസം ഈ ഗവൺമെന്റ് ജയിലിലിട്ട ആളാണെന്നേ, നിങ്ങൾ അത് വിസ്മരിക്കരുത്. അപ്പോൾ ഇനി ഇന്നലെ സംഭവിച്ച കാര്യത്തിൽ വീഴ്ചയുണ്ട്. DGP അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. ബന്ധപ്പെട്ട ഏത് ഉദ്യോഗസ്ഥരും, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് ഒരു കോൺസ്റ്റബിൾ ആണ് അദ്ദേഹത്തിന് കുപ്പായം കൈമാറിയത് എന്നാണ് പറയുന്നത്. ആ കോൺസ്റ്റബിൾ ഉൾപ്പെടെ ഈ SHO ആയ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണോ നിയമം അനുശാസിക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ വിഷയത്തിനകത്ത് ആഭ്യന്തര വകുപ്പിന് രാഷ്ട്രീയ വിവേചനം ഒരു കാര്യത്തിലുമില്ല. എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും.